ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ നല്ലൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. സദ്യകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അച്ചാറാണിത്. നാശമാവാതിരിക്കാനും അതുപോലെ തന്നെ രുചി കൂട്ടാനും വേണ്ട ടിപ്സൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലത്തെ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടാണ് ഞാൻ അത് തയ്യാറാക്കിയുള്ളത്. നാടൻ മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ല മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തുള്ളത്. അത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അത് നല്ല തൊലി കനം കുറഞ്ഞതാണ്, കാരണം തൊലിയോട് കൂടിയിട്ടാണ് ഇട്ടുള്ളത്. നാടൻ മാങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ല തൊലിയോട് കൂടിയിട്ട് 12 മാങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെച്ചാലാണ് അച്ചാർ നല്ല രുചി കിട്ടുക. അത് നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം അല്ലാതെ ഒരേ സൈസിലാക്കിയിട്ട് നുറുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് അച്ചാറിന് ഒരേ ടേസ്റ്റ് കിട്ടുക. അല്ലാതെ ഒരേപോലെ പാകാവും ഒക്കെ ചെയ്യും. അപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കിയാൽ മതി. നമ്മൾ വെള്ളം ചേർക്കണില്ല, അത് കാരണം എത്ര കാലം വേണമെങ്കിലും ഈ മാങ്ങ അച്ചാർ ഇരിക്കും, അതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഞാൻ 1 കപ്പ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റാത്തതാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. 1 കപ്പാണ് ഞാൻ എടുത്തുള്ളത്. അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇത് നമുക്ക് മൂടി ഒരു ദിവസം വെക്കാം. ഇത് മൊത്തം ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മാറ്റിയിട്ട് നോക്കാം. അതിലപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. മാക്സിമം ഒരു ദിവസം നമുക്ക് 5-6 മണിക്കൂർ കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്യാം. സമയമില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിലൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കും, അതുപോലെ തന്നെ നല്ലോണം രുചി കിട്ടും. അപ്പോൾ കണ്ട ഇതിൽ വെള്ളം ഇറങ്ങി നിൽക്കണം കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. അപ്പോൾ ഇത്ര വെള്ളം ഉണ്ട് കണ്ട. ഈ ഒരു വെള്ളത്തിന് നല്ല രുചിയാണ്. ഈ വെള്ളത്തിലുണ്ട് നമ്മൾ പൊടികളൊക്കെ കലക്കി ചേർക്കുന്നത്. ഇതിപ്പോൾ 5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി 5 സ്പൂൺ, പിന്നെ അതുപോലെ തന്നെ ഉലുവ ചൂടാക്കി പൊടിച്ചത്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കായപ്പൊടി 2 സ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് വിനാഗിരി, ചൊറുക്ക വിനാഗിരി എന്നൊക്കെ പറയും. അത് നമുക്ക് 1 കപ്പോളം ചേർക്കാം. ലൂസായിട്ടുള്ളൊരു ഫോം ആവും. അപ്പോൾ വെള്ളം ചേർക്കണേക്കാൾ നല്ലത് നമ്മൾ വിനാഗിരി ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ കേട് കൂടാതിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെയ്യും. അപ്പം നമുക്കിത് ലൂസാക്കാനായിട്ട് വിനാഗിരി ചേർത്താൽ മതി. പച്ചവെള്ളം തിളപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും. ഇതാവുമ്പോൾ നല്ലൊരു ടിപ്പിന് നമുക്കിത് ഒരു കേടുമില്ലാണ്ടിരിക്കും. ഇത് സദ്യ സ്പെഷ്യലാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്നത്, നല്ല രുചിയും കിട്ടും. അച്ചാറിന് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും വിനാഗിരി ചേർക്കാം. അപ്പോഴൊരു കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച മാങ്ങ ചേർക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ അച്ചാർ കണ്ടാൽ തന്നെ അറിയാം, നല്ല റെഡ് കളറിൽ നല്ല രുചിയിൽ ഈ അച്ചാർ കിട്ടും. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാട്ടോ. ഉപ്പ് ഈ സമയത്ത് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ കടുക് മിക്സിയിലൊന്നും പൊടിച്ചിട്ടില്ല, തരിപ്പായിട്ട് കല്ലില്ലേ, നമ്മൾ ചതക്കല്ലിൽ ഇട്ടിട്ട് ഒതുക്കിയെടുത്തുള്ളതാണ്. അത് നമുക്ക് 2 സ്പൂൺ ചേർക്കാം. അപ്പോൾ ഒരു കടുമാങ്ങയുടെ ഒരു ടേസ്റ്റും കൂടിയിട്ട് ഈ ഒരു അച്ചാറിന് കിട്ടും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇനി നമുക്ക് താളിക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു പാത്രം വെച്ചിട്ട് നമുക്ക് 1.5 കപ്പോളം നല്ലെണ്ണ ചേർക്കാം. നല്ലോണം നല്ലെണ്ണ വേണം, എന്നാലാണ് ഈ അച്ചാർ കേട് കൂടാതെയും അതുപോലെ നല്ല ടേസ്റ്റോടു കൂടി ഇരിക്കുക. നല്ലെണ്ണ വേണം എപ്പോഴും ചേർക്കാനായിട്ട്. നമ്മൾ ഇതിന് കുറച്ചധികം എണ്ണ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് കുപ്പിയുടെ മുകളിൽ ഒന്ന് താളിച്ച് കൊടുക്കാനായിട്ടാണ് ചൂടാറുമ്പോൾ.
അപ്പോഴാണ് നമ്മുടെ അച്ചാർ കുറേ കാലം കേടുകൂടാതിരിക്കുക. അല്ലെങ്കിൽ ഒരു പൂപ്പൽ വരും, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എണ്ണ ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പകർത്തി വയ്ക്കണ കുപ്പിയിൽ ചൂടാറുമ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടണം. എണ്ണ ചൂടായിട്ട് അപ്പം നമ്മൾ കടുക് ചേർക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഉണ്ടാവും. ഇനി നമുക്ക് വേപ്പില, ഒരധികം വേപ്പില എടുത്തോട്ടെ. അച്ചാറിന് വേപ്പില ഇട്ട നല്ലൊരു ഭംഗിയും രുചിയും കിട്ടുന്നുണ്ട്. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴുകി തീരെ വെള്ളമയം പാടില്ല, എന്നിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം, എന്നിട്ട് ഇടണുള്ളൂ, അല്ലെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേപ്പില ചേർക്കാം. ഇത് നമുക്ക് നല്ല ചൂട്ടോടെ തന്നെ നമ്മുടെ അച്ചാറിൽ ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇതിൽ കിടന്ന് അങ്ങോട്ട് മൂത്തോളും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ അച്ചാറിന് ഇതിൽ നമ്മൾ കുറച്ച് ടിപ്സൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നല്ല ടേസ്റ്റ് കിട്ടാനും കുറച്ചധികം കാലം നിൽക്കാനും വേണ്ടിയുള്ള ടിപ്സൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. വളരെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എരിവൊക്കെ ഒന്ന് ശരിയാവും കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്ക് നമ്മുടെ ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം. ഇത് ചൂടായ നല്ലെണ്ണയാണ്. നമ്മൾ കടുക് വച്ചുമ്പോൾ കുറച്ച് നല്ലെണ്ണ മാറ്റി വെച്ചല്ലോ, ആ നല്ലെണ്ണ ചൂടാറിയുണ്ട്. ഇനി നമുക്കിത് മാങ്ങയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ അച്ചാർ ഒരു കേട് വരാതിരിക്കുള്ളൂ. ഇത് സദ്യ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതാണ്. പക്ഷേ കാലങ്ങളോളം ഇത് ഇരിക്കും ചെയ്യും, ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട്. നല്ല രുചിയായ കാരണം പെട്ടെന്ന് തന്നെ തീരും. ഇതുപോലെ നമ്മൾ നല്ലെണ്ണ ചൂടാക്കി ചൂടാറിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്.